വെങ്ങോല 13-ാം വാർഡിൽ റോഡും തോടും ഒരുപോലെ. എരപ്പ് മലയാമ്പുറത്തുപടി റോഡിൽ വെള്ളക്കെട്ട് അതിരൂക്ഷം. പഞ്ചായത്ത് മെമ്പറോടും പ്രസിഡന്റിനോടും പറഞ്ഞിട്ടും പ്രയോജനം ഇല്ലെന്ന് നാട്ടുകാർ. വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന എരപ്പ് മലയാമ്പുറത്തുപടി റോഡ് 200 മീറ്ററോളം ദൂരം തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കാനയിലേക്ക് ഒഴുകിപ്പോകാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. ഗ്രാമസഭയിലും വാർഡ് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഇക്കാര്യം അറിയിച്ചെങ്കിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് ഉയരുന്ന പരാതികൾ. കാനയിലൂടെ ഒഴുകുന്നതിലും കൂടുതൽ ജലം റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് പ്രദേശവാസികളായ ഹരിദാസ്, അന്നമ്മ, ശശി, ബിനു തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. മലയാമ്പുറത്തുപടി എരപ്പ് റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ നടക്കാൻ പാടില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഇങ്ങോട്ട് വരാത്തൊരവസ്ഥ. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് താമസിക്കുന്ന ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. നടന്നു പോകുമ്പോൾ പോലും ഇവിടെ തെന്നി വീഴുന്ന ഒരവസ്ഥയാണ്. നല്ല മഴ പെയ്താൽ മുട്ടിന് വെള്ളമാണ്. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഇവിടെ വരാത്തൊരവസ്ഥയാണ്. അധികാരികളുടെ അടുത്ത് പല പ്രാവശ്യം ഇതെല്ലാം സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതിന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. വാട്ടർ അതോറിറ്റി JCB ഉപയോഗിച്ച് കാന കീറി പൈപ്പ് ഇട്ടതിൻ്റെ പേരിൽ JCB പോകാനുള്ള കഷ്ടി വീതിയുള്ള ഒരു റോഡാണിത്. അത് പല സ്ഥലത്തും കാന പൊളിച്ച് കളഞ്ഞിട്ടാണ് അവർ പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം റോഡിലൂടെ കയറി ഒഴുകി യാത്രാ സൗകര്യങ്ങളെല്ലാം തകരാറിലായി. ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പാടിലാണ് ഇവിടെ ജീവിക്കുന്നത്. റോഡിലെ വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ വിളിച്ചാൽ പോലും ഈ ഭാഗത്തേക്ക് വരാറില്ല. പ്രായമായവർ താമസിക്കുന്ന വീടുകളിലുള്ളവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് എല്ലാവരും ഈ റോഡൊന്ന് ശരിയാക്കി തരാൻ സന്മനസ് കാണിക്കണം. പിന്നെ എൻ്റെ 2 കാലിൻ്റെയും മുട്ടിന് വേദന, ഒരു കാലും മുട്ട് ഓപ്പറേഷൻ ചെയ്താണ്. ഒരു ഓട്ടോ പോലും വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല. ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികൾ ചെയ്തു തരണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. മഴ പെയ്താൽ മുട്ടറ്റം വെള്ളത്തിലൂടെയാണ് ഇതുവഴിയിലുള്ള കാൽനടയാത്ര. ഇതുകൂടാതെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ വേറെയുമുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ആളുകൾ മനഃപൂർവ്വം മാലിന്യം ഒഴുക്കിവിടുന്നതാണോ എന്ന സംശയവും നാട്ടുകാർക്കുണ്ട്. ഈ പരിസരത്ത് 5-6 വീടുകളുണ്ട്. ആ 5-6 വീടുകളിലും എല്ലാ വീട്ടിലും പ്രായം 60-70 വയസ്സായ കാരണന്മാരാണ് ഉള്ളത്. എല്ലാവർക്കും അസുഖമാണ്. ഇവിടെ നിന്ന് മുതൽ ഒരു 50-60 മീറ്റർ ദൂരത്തിൽ ഫുൾ ടൈം നമുക്കിവിടെ വെള്ളമാണ്. അപ്പോൾ വെള്ളം പോകാനുള്ള സാഹചര്യവും വാട്ടർ അതോറിറ്റിയിൽ ചെന്ന് ഞാൻ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർ എടുത്ത ആളുടെ അടുത്ത് സമീപിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞ മഴയ്ക്ക് മുമ്പ് ഇവിടെ സൈഡ് 2 മക്കിട്ട് തരാമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം വെങ്ങോല മുസ്ലിം പള്ളിയുടെ അടുത്ത് ഇളക്കുന്ന കണ്ടുകിട്ട് അവരെ സംസാരിച്ച് ഇവിടെ വന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ വന്ന് നോക്കിയിട്ടൊന്നുമില്ല. അവർ ചെയ്തു തരുന്നതിന് ഒരു ഉറപ്പുമില്ല. വഴിയിലൂടെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് അറിയില്ലാതെ ഈ വഴിയിലൂടെ വന്ന് നിരന്തരം ആക്സിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വെങ്ങോലയിൽ നിന്ന് എരപ്പ് ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ ഈ റോഡാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഈ റോഡിലൂടെ വന്ന് മറിഞ്ഞു വീഴും, ആക്സിഡൻറ്റ് പറ്റുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2-3 വണ്ടികൾ ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ജലവിതരണ പൈപ്പ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് റോഡരികിലെ കാനയുടെ ഭിത്തി ഇടിഞ്ഞ് കാനയിൽ വീണിട്ടുണ്ട്. ഇത് കാനയിലൂടെ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള തടസ്സവുമാകുന്നു. കൃത്യമായി വെള്ളം ഒഴുകി പോകാത്തത് കാരണം സമീപത്തെ ബഡ് സ്കൂളിന്റെ പരിസരവും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ഇവയ്ക്കെല്ലാം ശാശ്വത പരിഹാരം കാണണമെന്ന് മാത്രമാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഈ തവണത്തെ ബഡ്ജറ്റിൽ ഇത് ടാറിങ്ങിന് വേണ്ടിയിട്ട് പാസ്സായിട്ടെന്നാണ് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് കൃത്യതയില്ല, ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് ടാറിങ് ഈ റോഡിൽ ചെയ്തിട്ട് വലിയ പ്രയോജനമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം മുട്ടിന് വെള്ളം മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിൽ പോകുന്നുണ്ട്. പിന്നെ കനാൽ വെള്ളം വരുമ്പോഴാണെങ്കിലും ഈ റോഡിലൂടെയാണ് വെള്ളം പോകുന്നത്. അതിന് വ്യക്തമായ ഒരു ഇടയ്ക്കുള്ള കുറേ സ്ലാബുകളെല്ലാം നമ്മുടെ തോടിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വെള്ളം അങ്ങനെ ആ വഴിക്ക് നമ്മുടെ റോഡിലേക്ക് കിടക്കുന്നു. ഏത് രീതിയിലാണ്, വേനലായാലും മഴയായാലും നമ്മുടെ റോഡിൽ വെള്ളമാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇത് ടാർ ചെയ്തിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നണില്ല. കാരണം 8 ലക്ഷം രൂപയും കണ്ട് ഇതിന് പാസ്സായി കിടക്കുന്നത്. ടാറിങ് മാത്രമേ നടക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.